السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لقد كان في يوسف وإخوته آيات للسائلين إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن عصبة إن أبانا لفي ضلال مبين. اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين. قال قائل منهم لا تقتلوا يوسف وألقوه في غيابة الجب يلتقطه بعض السيارة إن كنتم فاعلين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സൂറത്ത് യൂസുഫിലൂടെയുള്ള ഒരു പഠന പരമ്പരയാണ് ഏതാനും ക്ലാസുകളിലൂടെയായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്വപ്നം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം അതിന് നൽകിയ മറുപടിയും കഴിഞ്ഞ നമ്മുടെ വിവരണത്തിൽ നിന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുകയുണ്ടായി. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുകയാണ്, യൂസുഫ് അലൈഹിസ്സലാമിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെയും വിഷയത്തിൽ ധാരാളം അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളുമൊക്കെയുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും സഹോദരങ്ങളുടെയും ചരിത്രം കേൾക്കുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒട്ടേറെ പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനുമുണ്ട് എന്ന നിലക്ക് അള്ളാഹു പറയുന്നു, യൂസുഫിലും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളിലും ചോദിക്കുന്നവർക്ക്, അന്വേഷിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ എമ്പാടുമുണ്ട് എന്ന് പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രശ്നത്തിലുണ്ടായ, അദ്ദേഹത്തിന് വിഷമം നേരിടാനുണ്ടായ ഒരു സാഹചര്യത്തെ ഉണർത്തുകയാണ്. അതായത് സഹോദരങ്ങൾക്ക് ഒരു ചിന്ത തോന്നുകയാണ്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങൾക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു 12 മക്കളാണ്. ആ 12 മക്കളിൽ ഇളയവരാണ് യൂസുഫ് അലൈഹിസ്സലാമും അതുപോലെ തന്നെ ബിന്യാമീൻ എന്ന കുട്ടിയും. മറ്റുള്ള 10 സഹോദരങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ. എന്താണ് അവരുടെ മനസ്സിൽ ഉദിച്ച ഒരു ധാരണ?
നമ്മുടെ ബാപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് പക്ഷപാതിത്വമുണ്ട് സ്നേഹത്തിന്റെ കാര്യത്തിൽ. നമ്മൾ ഈ 10 മക്കൾ ഉണ്ടായിട്ടും നമ്മളോടൊരു പ്രത്യേകമായ സ്നേഹമോ അടുപ്പമോ ഒന്നും ബാപ്പാക്കില്ല. ബാപ്പ എല്ലാ സ്നേഹവും ഒക്കെ കാണിക്കുന്നത് ഈ യൂസുഫിനോടും അവന്റെ സഹോദരനോടുമാണ്. അങ്ങനെ ഒരു ദുഷിച്ച ചിന്ത ആ മക്കളുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. ആ ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? വാസ്തവത്തിൽ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും മക്കളോട് പക്ഷപാതിത്വം കാണിക്കില്ല. കാരണം മഹാനായ ഒരു പ്രവാചകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. ഒരു സാധാരണക്കാരനിൽ നിന്ന് പോലും മക്കൾക്കിടയിൽ ഒരു വിവേചനം കാണിക്കുക എന്നത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടൊരു മഹാനായ പ്രവാചകൻ ഒരിക്കലും മനഃപൂർവ്വം തന്റെ മക്കൾക്കിടയിൽ ഒരു വിവേചനം കാണിച്ചു പക്ഷപാതിത്വം കാണിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവില്ല. പക്ഷെ മക്കൾക്ക് അങ്ങനെ ഒരു ധാരണ, അവർക്കങ്ങനെ ഒരു തോന്നൽ, അതിനെപ്പറ്റിയാണ് ഖുർആൻ പറയുന്നത്. ഇത് ഖാലൂ, ആ സഹോദരങ്ങൾ പറഞ്ഞ സന്ദർഭം, ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ, നമ്മേക്കാളെല്ലാം നമ്മുടെ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടം യൂസുഫിനോടും അവന്റെ സഹോദരനോടുമാണ്. വനഹ്നു ഉസ്ബത്തുൻ, നമ്മളാവട്ടെ വലിയ ഒരു സംഘമുണ്ട്. നമ്മൾ നല്ല സംഘം, നല്ല തടിമിടുക്കന്മാരായ 10 ആളുണ്ടായിട്ടും ബാപ്പാക്ക് നമ്മളോടൊന്നുമല്ല സ്നേഹവും അടുപ്പവും ഉള്ളത് യൂസുഫിനോടും ബിന്യാമീനോടുമാണ്. ഇന്ന അബാനാ ലഫീ ദലാലിൻ മുബീൻ, നിശ്ചയമായി നമ്മുടെ ബാപ്പ വ്യക്തമായ പിഴവിൽ തന്നെയാണ്. മക്കള് ബാപ്പാനെ കുറിച്ച് അഭിപ്രായം പറയണം. ബാപ്പ പഴച്ചു പോയിട്ടുണ്ട്. ഏതു വിഷയത്തിൽ? നമ്മളോട് സ്നേഹം കാണിക്കും, നമ്മളോടും യൂസുഫിനോടും എല്ലാവരോടും തുല്യമായ നീതിയും സ്നേഹമൊക്കെ ആയിരുന്നു ബാപ്പ കാണിക്കേണ്ടിയിരുന്നത്. പക്ഷെ ബാപ്പാക്ക് എന്തോ നമ്മളോട് സ്നേഹമില്ല, അക്കാര്യത്തിൽ ബാപ്പാക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്, വ്യക്തമായ പിഴവിൽ തന്നെയാണ് ബാപ്പ എന്നീ മക്കള് പറയുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്? അവരുടെ ആ ചിന്താഗതി എത്രത്തോളം അത് രൂക്ഷമായി അവര് പ്ലാൻ ഇടാൻ തുടങ്ങി. അവര് യോഗം കൂടിയിട്ട് പല ചർച്ചകൾ വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ ബാപ്പയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ നമ്മൾ ഇനി എന്താ മാർഗം മറ്റൊന്നുമല്ല, യൂസുഫിനെ ഇല്ലാതാക്കുക. അവനാണല്ലോ ഇപ്പൊ പ്രശ്നം. അതുകൊണ്ട് അത് ഇല്ലാതാക്കുക. അതുകൊണ്ട് അവരാലോചിക്കുന്നു, ഖുതുലൂ യൂസുഫ, യൂസുഫിനെ നിങ്ങൾ കൊന്നുകളയുക. അവിത്രഹൂഹു അർളൻ യഖ്ലു ലക്കും വജ്ഹു അബീക്കും, അല്ലെങ്കിൽ അവന് ദൂരേടെങ്കിലും ഒരു നാട്ടിൽ കൊണ്ടുപോയി വിടാം. അങ്ങനെ അവന്റെ ശല്യം അങ്ങ് ഒഴിവായി കിട്ടിയാൽ യഖ്ലു ലക്കും വജ്ഹു അബീക്കും, നിങ്ങളുടെ പിതാവിന്റെ പ്രീതിയും തൃപ്തിയും ഒക്കെ നിങ്ങൾക്ക് മാത്രമായി കിട്ടും. അപ്പൊ പിന്നെ അവനില്ലല്ലോ, പിന്നെ വാപ്പാന്റെ സ്നേഹം നമുക്ക് മാത്രമായിട്ട് കിട്ടും. മാത്രമല്ല വതകൂനൂ മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ, ഒരു പരസ്പരം ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അതിന്റെ ശേഷം നമുക്ക് നല്ല സാലിഹീങ്ങളായി തീരുകയും ചെയ്യാം. വേണ്ടതൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്കാണ് നന്നാവാ എന്ന് പറഞ്ഞവർ പ്ലാൻ ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില ഗുണപാഠങ്ങളുണ്ട്. അതായത് സഹോദരങ്ങൾക്ക് ഒരു ചിന്ത, ബാപ്പ പക്ഷപാതിത്വം കാണിക്കുന്നു. വാസ്തവത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് അത് ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ. എന്താ കാരണം? കാരണം ഇസ്ലാം വിരോധിച്ച സംഗതിയാണ്. പിന്നെ എന്താ ഇവർക്ക് ഇങ്ങനെ തോന്നുന്നത്? ഇന്നുല്ലേ ചില ആളുകൾക്ക്, മുതിർന്ന മക്കൾക്കൊക്കെ തോന്നും, ബാപ്പാക്ക് ഞങ്ങളോടല്ല ഇഷ്ടം, ഇളയവരോടാണ് ഇഷ്ടം. ഞങ്ങളെ ബാപ്പ പരിഗണിക്കുന്നില്ല, അവഗണിക്കുകയാണ്. ഇളയ കുട്ടികളോടാണ് വലിയ സ്നേഹം. കാരണം ഈ ചെറിയ കുട്ടികളാകുമ്പോ വാപ്പാര് വലിയ കുട്ടികളോട് കാണിക്കും പോലെ അല്ലല്ലോ. നമുക്കൊക്കെ മക്കളില്ലേ, നമ്മളൊക്കെ ചിന്തിക്കുന്നില്ലേ? ചെറിയ മക്കളാവുമ്പോ കൂടുതലൊന്ന് താലോലിക്കും, ഒന്ന് തലോടും, ചിലപ്പോ ഒന്ന് കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും. അതുപോലെ തന്നെ പല തമാശകൾ പറയും. അവരുടെ കൂടെ പലതും പറഞ്ഞു കളിച്ചും ചിരിച്ചും, ചിലപ്പോ അവരെ പുറത്ത് കയറ്റും, ചിലപ്പോ ആന കളിക്കും. അങ്ങനെ പല രൂപത്തിലും ഈ ഇളയ കുട്ടികളോടൊരു വല്ലാത്തൊരു സ്നേഹം അടുപ്പം കാണിക്കുമ്പോ മുതിർന്നവരായ ആളുകൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, പാപ്പക്ക് നമ്മളൊന്നും വേണ്ട എന്ന്. വീട്ടിൽ 2 കുട്ടികളിൽ മുതിർന്ന ഒരു കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒരു കുട്ടി ഒരു വീട്ടിൽ ജനിച്ചാൽ ഈ കുട്ടിക്ക് തുടങ്ങിയ അപകർഷതാബോധം. അവിടെ മുതൽ ഈ കുട്ടിക്കൊരു മാനസികമായി തന്നെ, മനഃശാസ്ത്രപരമായി
വളരെ ശ്രദ്ധിച്ചു പെരുമാറേണ്ടുന്ന ഒരു നേരാണ്. അരെ ഈ കുട്ടിക്ക് പിന്നെ തോന്നുകയാണ്, ഇപ്പൊ എനിക്ക് ഇന്ന ഉമ്മാക്ക് വേണ്ട, എന്നെ ഉപ്പാക്ക് വേണ്ട, ഇപ്പൊ എല്ലാം അവളാ അല്ലെങ്കിൽ എല്ലാം അവനോടാണ് എന്നൊരു ധാരണ. വാസ്തവത്തിൽ സഹോദരന്മാരെ, ഇതൊരു തെറ്റായ ചിന്താഗതിയല്ലേ? നമുക്ക് ചിന്തിച്ചുകൂടെ? ഈ മുതിർന്ന മക്കൾക്ക് ആലോചിച്ചുകൂടെ? എന്ത്, ഇത് നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ വാത്സല്യമില്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല വാപ്പയും ഉമ്മയും ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എന്താ അവര് ചിന്തിക്കേണ്ടത്? നമ്മളും ഈ ഒരു സ്റ്റേജ് കടന്നു വന്നവരല്ലേ? നമ്മളും ഇങ്ങനെ ഒരു ചെറിയ മക്കളായിരുന്നില്ലേ? അന്ന് നമുക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാ. നമ്മുടെ ബാപ്പയോടും ഉമ്മയോടൊക്കെ ചോദിച്ചു നോക്ക, നമ്മൾ അവരെ എങ്ങനെയൊക്കെ കളിപ്പിച്ചു. ഇപ്പൊ നമ്മൾ വലിയ താടിയും മീശി രോമൊക്കെ വന്ന് വലിയ ആൾക്കാരായി. അപ്പൊ ചെറിയ മക്കളോട് വാപ്പ ഇങ്ങനെ ഉമ്മയൊക്കെ സ്നേഹം കാണിക്കുമ്പോ മുതിർന്നവർക്ക് തോന്നുകയാണ്, ഏയ് അവരോട് അടുപ്പം, നമ്മളോട് യാതൊരു സ്നേഹമില്ല എന്ന് മുതിർന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്ന മക്കൾക്ക് തോന്നുക. അവര് ചിന്തിക്കണം, അവരും ഈ ഇളം പ്രായം കഴിഞ്ഞാ വന്നത്. അവര് ചെറിയ കൈക്കുഞ്ഞുങ്ങളായിരുന്ന കാലത്ത് ഉമ്മയുപ്പി എത്രയാ ലാളിച്ചത്, അവരെ കൂടെ എത്രയാ കളിച്ചത്, അവരോട് എത്രയാ ചിരിച്ചത്, അവരോട് എത്രയാ തമാശ പറഞ്ഞത്, അവരെ എത്രയാ ഉമ്മ വെച്ചത്, അവരെ എത്രയാ കെട്ടിപ്പിടിച്ചത്, അവരുമായിട്ട് എവിടെയൊക്കെയാ ഓടിച്ചാടി നടന്നത്. എന്തേ? ആ സ്റ്റേജിൽ എനിക്കും അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എനിക്കത് കിട്ടേണ്ട സ്റ്റേജ് അല്ല, ഞാൻ സ്റ്റേജ് ഒന്ന് മാറിയിട്ടുണ്ട്. വാത്സല്യവും അതുപോലെ തന്നെ ആ പ്രത്യേകമായ ലാളനയൊക്കെ കുട്ടികളോടുണ്ടാകുന്ന ആ ഒരു അവസരം എനിക്കും കഴിഞ്ഞു കടന്നു പോയിട്ടുണ്ട്. അതല്ലാതെ എന്റെ ബാപ്പാക്കും എന്റെ ഉപ്പാക്കും എന്റെ ഉമ്മാക്കൊന്നും എന്നെ വേണ്ടാഞ്ഞിട്ടല്ല, എന്നെ അവഗണിച്ചിട്ടല്ല, എന്നെ ഒരിക്കലും പരിഗണിക്കാത്തത് കൊണ്ടല്ല എന്ന ബോധമാണ് വാസ്തവത്തിൽ ബുദ്ധിയും പക്വതയും ചിന്തയുമുള്ള മുതിർന്ന മക്കളിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. എന്നാൽ ഫലത്തിൽ ഇവിടെ എന്ത് സംഭവിച്ചു? യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് മക്കൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു. അവരിങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരവസ്ഥ വാസ്തവത്തിൽ സഹോദരന്മാരെ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരിക്കലും അദ്ദേഹം വിവേചനം കാണിക്കില്ല. ഈ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ വിഷയം അവിടെ ഇരിക്കട്ടെ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കൾക്കിടയിൽ ഒരു വിവേചനവും കാണിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ ഇവിടെ വെച്ച് പഠിക്കേണ്ടുന്ന ചില ഗുണപാഠങ്ങളുണ്ട്. അതെന്താ? ഉപ്പമാര് വളരെ ശ്രദ്ധിക്കണം, ഉമ്മമാര് ശ്രദ്ധിക്കണം. ഒന്നിലധികം മക്കളുള്ള വീട്ടിൽ അതേ വിവേചനം ഒരിക്കലും ഒരു ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും മനഃപൂർവ്വം വന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നു പോയാൽ കുറെ അപകടങ്ങളുണ്ട്. ഈ ബാപ്പയോടും ഉമ്മയോടും മക്കൾക്ക് സ്നേഹം നഷ്ടപ്പെടും. മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കേണ്ടുന്ന അവസ്ഥക്ക് പകരം മാതാപിതാക്കളോട് സ്നേഹക്കുറവും അവരോട് വിദ്വേഷവും അവരോട് പകയും വളർത്താൻ മാത്രമേ മക്കൾക്കിടയിൽ വിവേചനം കാണിക്കുന്നത് കാരണമായി തീരുകയുള്ളൂ. അത് വളരെ ചിന്തിക്കേണ്ടതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് സംബന്ധമായി വിശദീകരിച്ചപ്പോ പറയാണ്, മക്കൾക്കിടയിൽ തുല്യ നീതി പാലിക്കണം രക്ഷിതാക്കൾ മക്കൾക്കിടയിൽ തുല്യനീതി പാലിക്കേണ്ടതുണ്ട്. ഏതിലൊക്കെ? ഫിൽ ഹദിയ വൽ ഹിബ വസ്സദഖ വൽ അതിയ. വല്ലതും പ്രസന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ, സമ്മാനം കൊടുക്കുകയാണെങ്കിൽ, വല്ലതും ഹദിയയായി ദാനം നൽകുകയാണെങ്കിൽ, വല്ലതും പ്രത്യേകിച്ച് നൽകുകയാണെങ്കിലൊക്കെ ഒരു വിവേചനം കാണിച്ചു പോകരുത്. ഇല്ലെങ്കിൽ അത് രണ്ട് കാരണങ്ങൾ, അപകടങ്ങൾ അതിനുണ്ട്. ഒന്ന്, മക്കൾക്കിടയിൽ വിവേചനം നമ്മൾ മനഃപൂർവ്വം കാണിച്ചാൽ ആ മക്കൾ തുല്യമായി നമ്മെ സ്നേഹിക്കില്ല. ഏത് മക്കളോടാണോ കൂടുതൽ സ്നേഹം എന്ന് നമ്മൾ കാണിക്കുന്നത് മനഃപൂർവ്വം, ആരോടാണ് മനഃപൂർവ്വം ഒരിത്തിരി വിഷമം കാണിക്കുന്നതെങ്കിൽ ആ മകനിൽ നിന്ന് നമുക്ക് ഉഖൂഖാണ് ഉണ്ടാവുക, അഥവാ പീഡനമുണ്ടാകും. അതിനത് കാരണമായി തീരുന്നു നമ്മുടെ ആ ഒരു സ്വഭാവം. രണ്ടാമത്തെ അപകടം എന്താണ്? മക്കൾക്കിടയിൽ തന്നെ അസ്വാരസ്യം അത് വളർത്തും. ഒരേ ബാപ്പയുടെയും ഉമ്മയുടെയും മക്കൾക്കിടയിൽ തന്നെ ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ തല്ലാൻ അത് കാരണമാകും. അവർക്കിടയിൽ അസൂയയുണ്ടാകും, അവർക്കിടയിൽ സ്പർദ്ധയുണ്ടാകും, അവർക്കിടയിൽ വിദ്വേഷങ്ങൾ ഉണ്ടാകും. അതല്ലേ ഇപ്പൊ തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിലും ഇവിടെ സംഭവിച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ യാക്കൂബ് നബിയുടെ മക്കളിൽ സംഭവിച്ചതെന്താ? യാക്കൂബ് നബി അതറിഞ്ഞുകൊണ്ട് ഒരിക്കലും അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിലും തെറ്റിദ്ധരിച്ച മക്കൾക്കിടയിൽ അത് എന്തിനു വരെ കാരണമായി? പരസ്പര വിദ്വേഷത്തിന് കാരണമായി, പകയ്ക്ക് കാരണമായി. എത്രത്തോളമുള്ള പകയും വിദ്വേഷയും അസൂയയും വളർന്നു, കൊന്നുകളയണം എന്നോടത്ത് വരെ എത്തി.
കൊന്നുകളയണം. ആരെയാ കൊല്ലുന്നത്? തന്റെ സഹോദരനെ, തന്റെ ഉമ്മാക്ക്, തന്റെ പിതാവിന് പിറന്ന സഹോദരനെ കൊന്നുകളയണം എന്നിടത്തേക്ക് വരെ മക്കൾക്കിടയിലെ വിദ്വേഷം വളർന്നു എന്ന് വരുമ്പോൾ എത്രത്തോളം വലിയ അപകടം ചെയ്യും അത്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് ഇസ്ലാം പറയുകയാണ്. എന്താ യഥാർത്ഥത്തിൽ ചില മക്കളോട് ഒരു പ്രത്യേകമായ നയം കാണിക്കുന്ന ബാപ്പമാര് ഉമ്മമാരൊക്കെ ലോകത്തുണ്ട്. അത് സത്യമാണ്. ചില രക്ഷിതാക്കൾ അങ്ങനെയാണ്. തന്റെ മക്കൾ തന്നെയാണ്, എല്ലാവരും എനിക്ക് ഒരുപോലെയാണ് എന്ന ചിന്തയില്ലാതെ ഒരൽപ്പം അനിസ്ലാമികമായ ഇടപെടലുകൾ നടക്കുന്ന രക്ഷിതാക്കൾ ലോകത്ത് എമ്പാടുമുണ്ട്. ആ രൂപത്തിൽ മക്കളോട് പെരുമാറുന്നു എന്ന് മാത്രമല്ല, മക്കളോട് പോലും ആ നിലക്ക് വർത്തിക്കുന്ന ഉപ്പാപ്പമാരുമുണ്ട്. പേരമക്കളോട്, ഒരു മകന്റെ പേരക്കുട്ടികളോട് ഒരു പ്രത്യേക അടുപ്പം. അവരെ പിടിക്കും, ലാളിക്കും, ഉമ്മ വെക്കും, കൊണ്ടുപോകും, കടയിൽ കൊണ്ടുപോകും, മിഠായി വാങ്ങിക്കൊടുക്കും, അവരോട് വല്ല അടുപ്പം. അതേ അവസരത്തിൽ വേറൊരു മകന്റെ മക്കളോട് അത്ര അടുപ്പമില്ല. ഒരു മകളുടെ മക്കളോട് വലിയ ഒരടുപ്പം, മറ്റൊരു മകന്റെ മക്കളോട് അത്ര അടുപ്പം കാണിക്കുന്നില്ല. ഇങ്ങനെ ഉമ്മമാരെ പറ്റി ഉപ്പമാരെ പറ്റിയൊക്കെ പല കുടുംബങ്ങളിലും പല കുടുംബ ജീവിതങ്ങളിലും പ്രശ്നങ്ങളില്ലേ? ആരെത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ട്. അതൊരുപാട് കുടുംബങ്ങളുടെ ഭദ്രത തകർത്തിട്ടില്ലേ? ഉറപ്പായിട്ടും തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാം പറയാണ്, എല്ലാ രക്ഷിതാക്കളോടും പറയാണ്, നിങ്ങൾ നീതി പാലിക്കണം, തുല്യമായ നീതി പാലിക്കണം. മക്കൾക്കിടയിലോ മരുമക്കൾക്കിടയിലോ പേരമക്കൾക്കിടയിലോ നിങ്ങൾ വിവേചനം കാണിക്കരുത്. മക്കൾക്കിടയിൽ വിവേചനം കാണിക്കാൻ, പേരമക്കൾക്കിടയിൽ വിവേചനം കാണിക്കാൻ നിമിത്തമാകുന്ന ചില കാരണങ്ങൾ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ചില കുട്ടികളോട് ഒരടുപ്പം, ചിലരോട് ഇത്തിരി ഒരു വിഷമം. അതിന് കാരണങ്ങളായി വർത്തിക്കുന്ന കാരണങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ അതിനൊന്നും ഈ കുട്ടികൾ ഉത്തരവാദികളുമല്ല. ഈ കുട്ടികൾ ഉത്തരവാദികളല്ലാത്ത, അവർ നിരപരാധികളായ കാര്യത്തിന്റെ പേരിലാണ് പല ഉപ്പമാരും പല ഉപ്പാപ്പമാരും പല ഉമ്മമാരും പല ഉമ്മാമമാരും മക്കളോടും പേരമക്കളോടും മരുമക്കളോടുമൊക്കെ ചിറ്റമ്മ നയം കാണിക്കുന്നത്. അതിൽ പണ്ഡിതന്മാർ ആദ്യത്തെ കാരണമായി എടുത്ത് സൂചിപ്പിച്ചത്, താൻ ആഗ്രഹിച്ച ലിംഗമായിട്ടല്ല തന്റെ കുഞ്ഞ് അല്ലെങ്കിൽ പേരക്കുഞ്ഞ് പിറന്നത് എന്നതാണ്. ആഗ്രഹിച്ചത് ആൺകുട്ടിയാവണം എന്നായിരുന്നു, പക്ഷെ ജനിച്ചു നോക്കുമ്പോ പെൺകുട്ടിയാണ്. ആഗ്രഹിച്ചത് മകൻ ആദ്യമുണ്ടാകുന്ന കുട്ടി ആൺകുട്ടിയായിരിക്കണമെന്നായിരുന്നു. എന്റെ മകൾക്ക് ജനിക്കുന്ന ആദ്യത്തെ കുട്ടി ആൺകുട്ടിയായിരിക്കണമെന്നായിരുന്നു ഉപ്പാപ്പയും ഉമ്മാമയും മോഹിച്ചത്. അല്ലെങ്കിൽ തനിക്ക് തന്റെ ഭാര്യ പ്രസവിക്കുന്നത് ആദ്യത്തെ കൺമണി ആണായിരിക്കണമെന്നായിരുന്നു ഒരു ബാപ്പയും ഉമ്മയും അല്ലെങ്കിൽ ബാപ്പ മാത്രമെങ്കിലും ആഗ്രഹിച്ചത്. അതിന് വിപരീതമായി കണ്ടാൽ ആ കുട്ടികളെ പീഡിപ്പിക്കുന്ന അവസ്ഥ. ലോകം ഇന്ന് അവിടെയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഈ കുട്ടികൾ ഇതിനെന്ത് പഴച്ചു? ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണായി പറഞ്ഞത്, നമ്മളൊക്കെ ആണുങ്ങളായി പറഞ്ഞത്, നമ്മുടെ താഴെ ഇരുന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ സഹോദരിമാർ പെണ്ണുങ്ങളായി പറഞ്ഞത് നമ്മുടെ തീരുമാനത്തോടു കൂടെയാണോ? നാം ഇഷ്ടപ്പെട്ടിട്ടാണോ? നമ്മോട് അഭിപ്രായം ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാം, മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ അള്ളയാണ് നിങ്ങൾക്ക് രൂപം നൽകിയവൻ. ആണാവണോ പെണ്ണാവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അള്ളയാണ്. ഭാര്യ പ്രസവിക്കുന്നത് ആദ്യത്തെ കുട്ടി ആണായിരിക്കണം എന്ന നിലക്ക് ഒരു മനുഷ്യ പിശാച്ച്, ഇന്നലെ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചില്ലേ, ഒരു മനുഷ്യ പിശാച്ച് എന്നല്ല അയാളെ കുറിച്ച് പറയാൻ പറ്റൂ. ഒരു മുസ്ലിം പേരുള്ള ഒരു ഉമർ ഫാറൂഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാള് 19 വയസ്സുകാരിയായ തന്റെ ഭാര്യ, പ്രിയപ്പെട്ട ഭാര്യ നൊന്ത് പ്രസവിച്ചപ്പോ കുട്ടി ഇവൻ ആഗ്രഹിച്ചത് ആണാവണമെന്നായിരുന്നു, പക്ഷെ കുട്ടി പെൺകുട്ടിയായി പോയി. ആ കുഞ്ഞിന് അഫ്രീന എന്ന് പേരിട്ടു. ഇന്നലത്തെ മീഡിയകളിലൂടെ നിങ്ങൾ വായിച്ചതും കേട്ടതുമാണ്, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ആ കുട്ടിക്ക് 3 മാസം പ്രായമായ കൈക്കുഞ്ഞ്, പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത മഹാനിരപരാധിയായ പെൺകുഞ്ഞ്, താൻ പെൺകുഞ്ഞായി ജനിച്ചു എന്നതിന്റെ പേരിൽ ഉപ്പയുടെ ക്രൂരമായ പീഡനത്തിന് ആ പെൺകുട്ടി വിധേയയായി. ജനിച്ച നാൾ തൊട്ട് തുടങ്ങി കുട്ടിയെ ഉപ്പ പീഡിപ്പിക്കൽ. ആ കുട്ടിയുടെ തല ചുവരിലിട്ടടിച്ചു ഈ ദുഷ്ടൻ. ആ കുട്ടിയുടെ തലയും പെടലുമായിട്ട് പിരിച്ചു, തലയും പെടലുമായിട്ട് പിരിച്ചു അയാൾ കൈകൊണ്ട്. ആ ആഘാതത്തിൽ കുട്ടിയുടെ തലയും നട്ടെല്ലും തമ്മിലുള്ള ബന്ധം പോലും താറുമാറായി. തീർന്നില്ല ഈ ദുഷ്ടന്റെ രോഷം. സിഗരറ്റ് വലിക്കുന്ന പ്രകൃതക്കാരനായ അവൻ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചു ഈ 3 മാസം പ്രായമുള്ള അഫ്രീന എന്ന കൈക്കുഞ്ഞിനെ.
ഈ ദുഷ്ടൻ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുമായി പൊള്ളിച്ചു. ആ കുട്ടി നീറ്റലും വേദനകളുമായി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ഇന്നലെ അന്ത്യശ്വാസം വലിച്ചു. ആ കുട്ടി മീഡിയകളും പത്രങ്ങളും ഒക്കെ എഴുതി പെൺകുരുന്നുകളോടുള്ള മനുഷ്യന്റെ പൈശാചികതയുടെ ഒരു ഇര കൂടി ഇതാ സമൂഹത്തിലേക്ക്. മനസ്സിലാക്കണം, ജാഹിലിയത്തിനെ ഈ സമൂഹത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന ദുഷ്ടന്മാർ. കുട്ടി പെണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മുഖം കോടിയിരുന്നു, അവന് വിഷമമായിരുന്നു. അവൻ ജീവനോടെ കുട്ടിയെ കൊന്നു കുഴിച്ചു മൂടിയിരുന്ന കാട്ടാളത്വം അതേ തിരിച്ചു വരികയാണ് ഈ സമൂഹത്തിലേക്ക്. കുട്ടി പാവപ്പെട്ട അഫ്രീന എന്ന ഈ പെൺകുട്ടിയെ സിഗരറ്റ് കൊണ്ട് കുത്തി പൊള്ളിച്ചും കഴുത്തു ഞെരിച്ചുമൊക്കെ പീഡിപ്പിച്ച് വളരെയേറെ നിഷ്ഠൂരമായ പീഡനങ്ങൾ ഒന്നും അറിയാത്ത, അയ്യോ അരുതേ എന്ന് പോലും, എന്നെ എന്തിനിങ്ങനെ ചെയ്യുന്നു, അരുത് ബാപ്പ എന്ന് തടയാൻ പോലും കഴിയാത്തൊരു പ്രായം, 3 മാസം പ്രായമായിരുന്നു ഒരു ചോര പൈതൽ. അവനും മുസ്ലിം പേരല്ലേ ഉള്ളത്, ഒരു മുസ്ലിം ഉപ്പക്ക് പിറന്നവനല്ലേ അവൻ ജനിച്ചത് താൻ ഉദ്ദേശിച്ച ലിംഗമായില്ല, ആൺകുട്ടിയായില്ല എന്നതിന്റെ പേരിൽ ആ കുട്ടിയോട് കൊടും പീഡനം ചെയ്ത ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. അള്ളാഹു അത്തരത്തിലുള്ള ദുഷ്ട മനസ്സുകളിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നുണ്ട് പലർക്കും കുട്ടി പെണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസികമായ നീറ്റൽ, ഒരു പ്രയാസം. സഹോദര, ജാഹിലിയത്തിന്റെ അംശങ്ങൾ ഇന്നും മനുഷ്യ മനസ്സുകളിൽ കിടക്കുകയാണ്. ഏത് കുഞ്ഞിനെ കൊണ്ടാണ് അള്ളാഹു നമുക്ക് ഖൈർ ഉദ്ദേശിക്കുന്നത് എന്ന് റബ്ബിനല്ലേ അറിയൂ. എന്തും അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ, അള്ളയല്ലേ തീരുമാനിക്കുന്നത്. അവൻ തരുന്നൊരു സന്തോഷത്തോടെ കാണേണ്ട മനുഷ്യൻ അവിടെയും ലിംഗവിവേചനം കാണിക്കുന്നു എന്നത് ഒരു നേരാണ്. അതുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞ ഒന്നാമത്തെ കാരണം ഇന്നും നിലനിൽക്കുന്നു എന്നാ ഞാൻ പറയുന്നത്. ജനിച്ചത് താൻ ആഗ്രഹിക്കുന്ന ലിംഗമായില്ല എന്നതിന്റെ പേരിൽ കുട്ടികളോട് വിവേചനം കാണിക്കുകയും പീഡിപ്പിക്കുകയും ഒരു വേള കൊന്നുകളയുകയും ചെയ്യുന്ന ആളുകൾ അധുനാധുന യുഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലത്തും ഉണ്ട് എന്ന് വന്നാൽ ഏത് കാലത്താണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനങ്ങളുടെ പ്രസക്തി കുറഞ്ഞു പോകുന്നത്? കുറയില്ല. ഈ ഗ്രന്ഥം അമൂല്യമായ ഈ ഗ്രന്ഥം, ലോകത്തിന് എക്കാലവും വെളിച്ചം കാണിക്കുന്ന ഈ ഗ്രന്ഥം, അതിന്റെ മാറ്റ് കുറയില്ല, അതിന്റെ പ്രസക്തി കുറയില്ല. ആ ഉത്ബോധനം നാൾക്ക് നാൾ സമൂഹം ഇപ്പോഴും ആവശ്യപ്പെടുകയാണ്, ദാഹിക്കുകയാണ് എന്ന് നമ്മൾ ഇതിനോട് ചേർത്തുകൊണ്ട് വായിക്കുക. വാസ്തവത്തിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾക്കൊരു പെൺകുഞ്ഞാണ് അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങൾ തന്നെയാണ് ജനിക്കുന്നത് എന്ന് വിചാരിച്ച് അയാൾ സന്തോഷിക്കല്ലേ വേണ്ടത് എന്നാണ്. എന്താ കാരണം? അവിടുന്ന് പറഞ്ഞു, കാരണം ജാഹിലിയ്യ കാലത്ത് പെൺകുഞ്ഞ് ജനിച്ച കൊന്നു കുഴിച്ചു മൂടിയിരുന്ന സമൂഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗാ ജാഅ യൗമൽ ഖിയാമ അന വഹുവ കഹാതൈനി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആർക്കെങ്കിലും 2 പെൺകുട്ടികൾ ഉണ്ടായിട്ട് ആ പെൺകുട്ടികളെ പ്രായപൂർത്തിയെത്തുവോളം അവൻ വളരെയേറെ നല്ല നിലക്ക് പരിചരിച്ചു. അങ്ങനെ ആ മക്കളോട് സ്നേഹവും വാത്സല്യവും കാണിച്ച് അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും കൊടുത്തുകൊണ്ട് ആരെങ്കിലും വളർത്തിക്കൊണ്ട് വന്നാൽ ഖിയാമത്ത് നാളിൽ ഈ രക്ഷിതാവ് വരുന്നതാണ്. ഞാനും ആ രക്ഷിതാവും വരും. വഹുവ കഹാതൈൻ, ഇതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നബിയുടെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്റെ കൂടെ സ്വർഗത്തിൽ എന്റെ റഫീഖായിരിക്കും അവൻ, എന്റെ കൂടെ അവൻ സ്വർഗത്തിലായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പറയാണ്. പെൺമക്കൾ ഉണ്ടെങ്കിൽ അതിലൂടെ സ്വർഗമാണെന്നാ പറയുന്നത്, സ്വർഗമാണെന്നാ പറയുന്നത്. അതെ, ആൺമക്കളെ കാര്യം പറയേണ്ടതില്ല, കാരണം അത് നോക്കിക്കോളും. പെണ്ണാകുമ്പോ ഒരു ഇത്തിരി വിഷമം തോന്നുന്ന, വളരെ മോശമായി ചിന്തിച്ചിരുന്ന ഒരു കാലത്തോട് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നും മനസ്സിലാക്കണം, ഇസ്ലാമിൽ സ്ത്രീയോട് വിവേചനമാണെന്ന് വളരെ ദുരാരോപണം ഉന്നയിക്കുന്ന ഇസ്ലാം വിരുദ്ധ ശക്തികളുണ്ട്. അവർക്ക് ഇസ്ലാമിനെ അറിയില്ല, അവർ ഇസ്ലാമിന്റെ ഈ പാഠങ്ങൾ പഠിച്ചിട്ടില്ല. അതല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്, മനഃപൂർവ്വം ആ വ്യക്തമായ പ്രകാശത്തെ അവർ തമസ്കരിക്കുകയാണ്. ഇരുട്ടിൽ തപ്പി നടക്കാനുള്ള രൂപത്തിൽ അതിനെ ഇരുട്ടുകൊണ്ട് ഓട്ട കൊണ്ട് അവർ അടക്കുകയാണ്. ഇനിയും നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മനിബുത്തുലിയ, ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ മിൻ ഹാദിഹിൽ ബനാത്ത് ബിശൈഇൻ ഫഅഹ്സന ഇലൈഹിന്ന കുന്ന ലഹു സിത്റം മിനൻ നാർ. ആർക്കെങ്കിലും അതാ കുറെ പെൺമക്കളെ അല്ലാഹു നൽകി,
അങ്ങനെ ആ പെൺമക്കൾ മുഖേന ഒരാൾക്കൊരു വിഷമവും മനസ്സിൽ തോന്നാതെ കണ്ട് അവരോട് വളരെ സ്നേഹത്തോട് വർത്തിച്ച് ഫഅഹ്സന ഇലൈഹിൻ, അവരോട് വളരെ നല്ല നിലക്ക് സമീപിക്കുകയും അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്താൽ കുന്നലഹോ, ഈ പെൺമക്കൾ ഈ മനുഷ്യനായി തീരുന്നതാണ് സിത്റം മിനന്നാർ, കത്തിയാളുന്ന നരകത്തിയിൽ കടക്കാതെ ഒരു മറയായി ഈ മക്കൾ മാറുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാം എത്ര വലിയ പ്രോത്സാഹനമാണ് അവരുടെ കാര്യത്തിൽ പറഞ്ഞത്. ഇനിയും നോക്കൂ അവിടുത്തെ വചനം, മൻ കാനത് ലഹു ഉൻസാ ഫലം യഇദ്ഹാ വലം യുഹിൻഹാ വലം യുഅ്സിർ വലദഹു അലൈഹാ അദ്ഖലഹുല്ലാഹുൽ ജന്ന. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആർക്കെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടായി എന്നിട്ടോ ഫലം യഇദ്ഹാ, അവൻ മാനഹാനിയൊന്നും അവന് തോന്നിയില്ല, ആ കുട്ടിയെ അവൻ കുഴിച്ചു മൂടിയതുമില്ല, വലം യുഹിൻഹാ, ഇനി കുഴിച്ചു മൂടിയില്ലെന്ന് മാത്രമല്ല വളരുന്ന ആ പെൺകുട്ടിയോട് ഒരു മോശമായ സമീപനമോ നിന്ദാ സ്വഭാവമോ കാണിച്ചില്ല, വലം യുഅ്സിർ വലദഹു അലൈഹാ, തന്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആൺകുട്ടിയോട് ഈ കുട്ടിയേക്കാൾ വലിയ സ്നേഹവും കാണിച്ചില്ല, തുല്യനീതിയോടെ ആണിനെയും പെണ്ണിനെയും അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹ് ഈ മനുഷ്യനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാകുന്നു. സ്വർഗപ്രവേശനത്തിന് പെൺമക്കൾ കാരണം, നരകത്തിൽ നിന്ന് പെൺമക്കൾ ഒരു മറ. എന്തേ? ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ ഈ കാര്യം പറയാണ്. അപ്പോ ഇതൊരു കാരണം, താൻ ഉദ്ദേശിക്കുന്ന ലിംഗത്തിലല്ല ജനനം എന്ന കാരണത്താൽ മക്കളോട് വിവേചനം കാണിക്കുകയും ക്രൂരത കാണിക്കുകയും ചെയ്യുന്ന ഒരു കാരണം. ഇനി രണ്ടാമത്തെ കാരണം പണ്ഡിതന്മാർ പറയാണ്, വിവേചനം കാണിക്കാൻ പല രക്ഷിതാക്കളെയും പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ ഘടകം, മറ്റേ കുട്ടിയുടെ അത്ര ഈ കുട്ടി അത്ര സുന്ദരനല്ല, അല്പം വൈരൂപ്യുണ്ട്, അല്ലെങ്കിൽ കാലിനൊരു മുടന്തുണ്ട്, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച കുറവാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തോ വൈകല്യങ്ങളുണ്ട്, അംഗവൈകല്യമുണ്ട്, അല്ലെങ്കിൽ കുട്ടി മറ്റേ കുട്ടിയുടെ അത്ര ഒരു ബുദ്ധിമാനല്ല, സ്കൂളിലൊക്കെ വരുമ്പോ മറ്റോ വലിയ മാർക്ക് വാങ്ങി വരും, ഇവൻ പലപ്പോഴും കുറച്ച് പിന്നാക്കാണ്, കുറച്ച് ബാക്കിലാണ്, അല്ലെങ്കിൽ തനിയെ മന്ദബുദ്ധിയാണ്, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങളുടെ പേരിൽ സൗന്ദര്യവും ബുദ്ധിയും കാണാൻ ചന്തവും പക്വതയും നല്ല ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്ന മക്കളോടൊരു പ്രത്യേക അടുപ്പവും അല്പം കുറവുള്ള മക്കളോടൊരു ചിറ്റമ്മനയവും ഇത് കാണിക്കുന്ന സമീപനവും ജനങ്ങൾക്കിടയിലുണ്ട്. വാസ്തവത്തിൽ പ്രിയമുള്ളവരെ, ഈ രണ്ടാമത് പറഞ്ഞ കാരണത്തിനും ഈ കുട്ടികൾ ഉത്തരവാദികളാണോ? അല്ല. അല്ലാഹുവല്ലേ അഖ്ല് കൊടുക്കുന്നവൻ, അല്ലാഹുവല്ലേ സൗന്ദര്യം കൊടുക്കുന്നവൻ, അല്ലാഹുവല്ലേ ബുദ്ധിയുടെ പവർ കൊടുക്കുന്നവൻ. ആർക്ക് സൗന്ദര്യം കൊടുക്കണം, ആർക്ക് വൈരൂപ്യം നൽകണം, ആർക്ക് ബുദ്ധിശക്തി നൽകണം, ആർക്ക് മന്ദബുദ്ധിയാക്കണം, ആരെ ഏതൊക്കെ നിലക്കാക്കണമെന്ന് അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിക്കുവാനും കൽപ്പിക്കുവാനും ഒക്കെയുള്ള അധികാരം അല്ലാഹുവിൻ്റെതാണ്. ബിയദിഹിൽ മുൽക്ക്, അവന്റെ കയ്യിലല്ലേ എല്ലാം. അത് ഈ പാവം മക്കൾ എന്ത് പഴച്ചു? പ്രത്യേകിച്ചൊരു കാരുണ്യം കാണിക്കേണ്ടതിന് ബദൽ പലപ്പോഴും അത്തരത്തിലുള്ള മക്കളെ ഒരു പ്രത്യേകമായ കണ്ണുകൊണ്ട് കണ്ട് അവരെ ഒരു മോശമായ അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനം ജനങ്ങൾക്കിടയിലുണ്ട്. മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ വരെ തന്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനാ മനസ്ഥിതിയാണ് ഒരു രക്ഷിതാവിന് വേണ്ടത് എന്നാണ് ഇസ്ലാം പറയുന്നത്. മക്കൾക്കെതിരെ പറഞ്ഞു പോകരുത് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 കൂട്ടം ആളുകളുടെ പ്രാർത്ഥന പ്രത്യേകം സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. പ്രത്യേകം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന പ്രാർത്ഥനകളാണ് 3 ആളുകളുടെ പ്രാർത്ഥന. ഒന്ന് ദഅവത്തുൽ മദ്ലൂം, മർദിദന്റെ പ്രാർത്ഥന. നമ്മൾ ഒരാളെ ദ്രോഹിക്കരുത് അറിഞ്ഞുകൊണ്ട്, പാവപ്പെട്ട മനുഷ്യനെ ദ്രോഹിക്കുകയാണ്, അവൻ ആ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോടൊന്ന് തേടിയാൽ, റബ്ബേ ഇവൻ എന്നെ നിന്ദിക്കുന്നു, അപമാനിക്കുന്നു, ഇവൻ എന്നെ ദ്രോഹിക്കുന്നു, പീഡിപ്പിക്കുന്നു, എന്നെ പ്രയാസപ്പെടുത്തുന്നു, അല്ലാ നീയല്ലേ കെൽപ്പുള്ളവൻ, അയാളൊന്ന് മനസ്സറിഞ്ഞ് റബ്ബിനോട് തേടിയാൽ, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മർദിദന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണേ. കാരണം അവനും അല്ലാഹു വേണ്ടിയിലും മറല്യാന്ന, പെട്ടെന്ന് ഇജാബത്ത് കിട്ടും, പെട്ടെന്ന് ഇജാബത്ത് കിട്ടുമെന്നാണ്. അതാണ് ഒരു കൂട്ടം ആളുകൾ. മർദിദന്റെ പ്രാർത്ഥന പെട്ടെന്ന് അല്ലാഹു സ്വീകരിക്കും. വദഅവത്തുൽ മുസാഫിരി, മുസാഫിറിന്റെ പ്രാർത്ഥന, യാത്രക്കാരന്റെ പ്രാർത്ഥന. യാത്രാവേളയിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന നേരമാണ്.
ദുആ ചെയ്യാൻ ഉപയോഗപ്പെടുത്തണം. യാത്രയുടെ അവസരങ്ങളിൽ മ്യൂസിക്കുകൾ കേട്ടുകൊണ്ട് നേരം കളയലല്ല. കിട്ടുന്ന സന്ദർഭം നമ്മൾ എന്ത് ചെയ്യണം? ദിക്റുകൾ ചൊല്ലാൻ ഉപയോഗപ്പെടുത്തണം, ദുആ ഇറക്കാൻ ഉപയോഗപ്പെടുത്തണം. കാരണം നമ്മുടെ യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്, ഉത്തരം കിട്ടുന്ന നേരമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ സന്ദർഭത്തിൽ എന്ന് പറയട്ടെ, വദഅവത്തുൽ വാലിദി അലാ വലദിഹി, ഒരു രക്ഷിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രത്യേക ഇജാബത്തുണ്ട്. മക്കൾക്കെതിരെയാണ് പറഞ്ഞു പോയാൽ അള്ളാഹു സ്വീകരിക്കും. അപ്പൊ കൊണ്ട് ബാപ്പമാരും ഉമ്മമാരും ഒന്നും മക്കൾക്കെതിരെ പറഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ പറയിപ്പിക്കരുതും മക്കൾ. ആ രൂപത്തിൽ വളരെ അതേ അവസരത്തിൽ എന്താ വേണ്ടത്? അവർക്ക് വേണ്ടി എപ്പോഴും തേടണം, നമ്മുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും തേടണം. പടച്ചോനെ എന്റെ മക്കളെ ഹിദായത്തിൽ നിലനിർത്തണേ. അവര് കേൾക്കുകയും കേൾക്കാതെയും തേടണം. തേടുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. എന്റെ ബാപ്പ എന്റെ ഉമ്മ എന്റെ കാര്യത്തിൽ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നന്നാവണമെന്ന് എന്റെ ഉപ്പ പ്രാർത്ഥിക്കുന്നു, എന്റെ മക്കളെ അല്ലാഹു നന്നാക്കട്ടെ പറയുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം. എന്റെ മക്കളെ അല്ലാഹു നന്നാക്കട്ടെ, എന്റെ മക്കളെയൊക്കെ അല്ലാഹു ഏറ്റവും നല്ല നിലക്കാക്കി തീർക്കട്ടെ, അവർക്ക് ഹിദായത്ത് നിലനിർത്തി കൊടുക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ രീതിയിലൂടെ ആ പാത പിൻപറ്റിക്കൊണ്ട് എന്റെ മക്കളെ നീ വളർത്തണേ റബ്ബേ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പോലും തേടിയില്ലേ, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബേ, നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. വമിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളിലും നീ അങ്ങനെ തന്നെ നിലനിർത്തണം. റബ്ബനാ വതഖബ്ബൽ ദുആ, ദുആ നീ ഖബൂലാക്കണേ റബ്ബേ. അതുപോലെ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, ഞാനും എന്റെ മക്കളുമൊന്നും അതേ വിഗ്രഹത്തിന് ആരാധന നടത്തുന്ന കൂട്ടത്തിൽ പെടാതെ നീ ഞങ്ങളെ ശിർക്കിൽ നിന്ന് അകറ്റണമേ അല്ലാഹ്. കണ്ടോ മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രാർത്ഥന. നമ്മൾ ആലോചിച്ചു നോക്കണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് സ്നേഹം, ആ നിലക്കുള്ള സ്നേഹമാണ് കാണിക്കേണ്ടത്. ഇനി ഏതെങ്കിലും നിലക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മകന് കൊടുത്തു, അല്ലെങ്കിൽ ഒരു മകൾക്ക് കുറെ കൊടുത്തു, ആൺകുട്ടികൾക്ക് കൊടുത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്തു, ഒരു വിവേചനവും ഇസ്ലാം പാടില്ല എന്നാ പറയും. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കുക. പെൺമക്കളെയൊക്കെ വിവാഹത്തിന്റെ അവസരത്തിൽ വാരിക്കോരി പൊന്നു കൊടുക്കുന്ന രക്ഷിതാക്കൾ മക്കളുടെ മനസ്സ് കാണണം, ആൺമക്കളുടെ മനസ്സ് കാണണം. എന്റെ ബാപ്പ ഉണ്ടായിരുന്നോ ഒക്കെ ഒൾക്കാൻ കൊടുത്തു. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഈ ബാപ്പയോട് ബാപ്പ അനീതി ചെയ്തോ എന്നൊരു തോന്നൽ ഈ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കിയെങ്കിൽ അതിന് കാരണം നമ്മളാവരുത്, നമ്മളാവാൻ പാടില്ല. ഇതൊക്കെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പലരും ഇന്നത് ചിന്തിക്കുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ട് പലരും ഈ വിഷയത്തിൽ ചിന്തിക്കാതെ പോകുന്നുവോ എന്നതുകൊണ്ടാണ് ഉണർത്തുന്നത്. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയുന്നു, അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ ബാപ്പയോട് പറഞ്ഞു, നിങ്ങൾ എന്റെ മോനിക്ക് കുറച്ച് സമ്പത്ത് കൊടുക്കണം, എന്റെ മോനിക്ക് നിങ്ങൾ കുറച്ച് മുതലും നിങ്ങൾ ഓന്റെ പേരിൽ എഴുതണം. ആരാ പറയുന്നത്? നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയോട് പറയാണ്. അങ്ങനെ കുറച്ചു കാലം ബാപ്പ ഒന്ന് കൊടുക്കാതെ ഇങ്ങനെ കുറച്ചു കാലം മാറ്റിവെച്ച് പിന്നെ അവസാനം സമ്മതിച്ചു എന്ന് മാത്രല്ല, കുട്ടിക്കത് എഴുതി കൊടുത്തു. എഴുതി കൊടുക്കുന്ന നേരത്ത് ഉമ്മ പറഞ്ഞു നിങ്ങൾ ഈ മോനിക്കത് കൊടുത്തതിന് അള്ളാന്റെ റസൂലിനെ സാക്ഷിയാക്കി നിർത്തുന്നത് എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് തൃപ്തിയാവൂല. അള്ളാന്റെ റസൂല് സാക്ഷിയാവട്ടെ നിങ്ങൾ മോനിക്കത് കൊടുത്തതിന് എന്ന് ഉമ്മ ഉപ്പയോട് പറയുന്നു. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്തു? എന്റെ ബാപ്പന്റെ കയ്യും പിടിച്ചിറങ്ങി വിറ്റേന്ന്. എന്റെ ബാപ്പ എന്റെ കയ്യും പിടിച്ച് വിറ്റേന്ന് അള്ളാന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് പുറപ്പെടുന്നു. അന്ന് ഞാനൊരു കുട്ടിയാണ്. എന്റെ കയ്യും പിടിച്ച് ബാപ്പയ റസൂലുള്ളാന്റെ അടുക്കലേക്ക് കയറി ചെന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ഇതാ ഇവന്റെ ഉമ്മ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ അവന് സ്വത്തെഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് ഉമ്മയുടെ ആഗ്രഹം അത് നിങ്ങളോട് പറയണമെന്നും നിങ്ങളതിന് സാക്ഷിയായി നിൽക്കണമെന്നുമാണ് ഇവന്റെ ഉമ്മയുടെ തന്നെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉമ്മ തട്ടിപ്പറിച്ചു വാങ്ങാനൊന്നുമല്ല, ഇതിനെപ്പറ്റി അറിയില്ല. അപ്പൊ അത് അള്ളാന്റെ റസൂല് സാക്ഷിയായ പിന്നെ മുന്തിയ പരിഗണനയായല്ലോ എന്ന നിലക്കാണ്. അങ്ങനെ ബാപ്പന്റെ കയ്യും പിടിച്ച് റസൂലുള്ളാന്റെ അടുക്ക പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇനി ശ്രദ്ധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ബാപ്പയോട് ചോദിച്ചു, യാ ബശീർ,
ബഷീറെ, നുഅ്മാൻ ഇബ്നു ബഷീർ അല്ലേ, വാപ്പയോട് ചോദിച്ചു, അലക വലദുൻ സിവാ ഹാദാ, ഈ കുട്ടിയല്ലാതെ നിനക്ക് വേറെ മക്കളുണ്ടോ? ഈ മോനല്ലാതെ നിനക്ക് വേറെ മോനുണ്ടോ? ആ ചോദ്യം അങ്ങ് കേട്ടപ്പോ എന്റെ വാപ്പ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഉണ്ട്, എനിക്ക് വേറെയും മക്കളുണ്ട്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അകുല്ലഹും വഹബത ലഹു മിസ്ല ഹാദാ, ഇക്കുട്ടിക്ക് എഴുതി കൊടുത്തതുപോലെ, ഇക്കുട്ടിക്ക് ദാനം കൊടുത്തതുപോലെ എല്ലാ മക്കൾക്കും നീ കൊടുത്തിട്ടുണ്ടോ? ഇതങ്ങ് ചോദിച്ചപ്പോൾ എന്റെ ബാപ്പ പറഞ്ഞു, ലാ, ഇല്ല നബിയെ, ഞാൻ കൊടുത്തിട്ടില്ല. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇദൻ ഫലാ തുഷ്ഹിദിനി, എങ്കിൽ എന്നെ നീ ഇതിന് സാക്ഷിയാകാൻ നോക്കണ്ട, എന്നെ ഇതിന് സാക്ഷിയാകാൻ കിട്ടൂല. കാരണം ഫഇന്നീ ലാ ഉഷ്ഹിദു ലാ അഷ്ഹദു വലാ ജൗർ, ഒരു തെറ്റായ ഒരു കാര്യത്തിന് ഞാൻ ഒരിക്കലും സാക്ഷിയാകൂല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. ഇമാം ബുഖാരി അത് കുറച്ചുകൂടി അതാ വേറെ റിപ്പോർട്ടിൽ കാണാം. അള്ളാന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോൾ ഉടനെ പറയുകയാണ്, അതെ, ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ, ഫാഷ്ഹിദ് അലാ ഹാദാ ഗൈരി, ഞാനല്ലാത്ത സാക്ഷികളെ നോക്കിക്കോ, എന്നെ അതിന് കിട്ടൂല എന്നാ പറഞ്ഞത്, എന്നെ ഇതിന് കിട്ടൂല. എന്നിട്ട് തിരിച്ചൊരു ചോദ്യം ബാപ്പയോട്, അലൈസ യസുറുക അൻ യകൂനു ലക ഫിൽ ബിർരി സവാ, നിന്റെ മക്കൾക്ക് എല്ലാവർക്കും നിന്നോട് തുല്യമായ സ്നേഹം വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ മക്കൾക്ക് എല്ലാവർക്കും നിന്നോട് സ്നേഹം വേണം, തുല്യമായ അളവില്ലെന്ന് നീ മോഹിക്കുന്നുണ്ടോ? അപ്പോൾ ബാപ്പ പറഞ്ഞു, ബല, അതെ, എങ്കിൽ ഫലാ, ചെയ്തു പോകരുത്, ഇങ്ങനെ വിവേചനം കാണിച്ചു പോകരുത്. യഅ്ദിലൂ ബൈന ഔലാദികും ഫിൽ ലത്തിയാ, ദാനം കൊടുക്കുമ്പോൾ മക്കൾക്കിടയിൽ നീതി പാലിക്കണേ ഉപ്പമാരെ. ഫത്തഖുല്ലാഹ വഅ്ദിലൂ ബൈന ഔലാദികും, പടച്ചവനെ പേടിക്കണേ രക്ഷിതാക്കളെ, നിങ്ങളുടെ സന്താനങ്ങൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കണേ എന്നവിടെ വെച്ച് പറഞ്ഞപ്പോൾ, അതേ നുഅ്മാൻ റളിയല്ലാഹു എന്ന് പറയാണ്, ഫറജ, എന്റെ ഉപ്പ അത് കേട്ടപ്പോ മടങ്ങിപ്പോയി. ഫറദ്ദ അതിയതഹു, എന്ത് ചെയ്തു? തന്നത് തിരിച്ചാണ് വാങ്ങി, കൊടുത്തത് തിരിച്ചാണ് വാങ്ങി. കൊടുത്ത ദാനം തിരിച്ചു വാങ്ങിയ ഛർദിച്ചത് വീണ്ടും തിന്നുന്ന നായക്ക് സമാനമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ ഈ വിഷയം അതിൽ നിന്ന് ഒഴിവാ. തുല്യമായി നീതി പാലിക്കാതെ മക്കൾക്കിടയിൽ വിവേചനം കാണിച്ച് ഒരുത്തന് കൊടുത്തുപോയെങ്കിൽ ബാപ്പ തിരിച്ചാണ് കൊടുക്കണം. ഈ ബാപ്പ അങ്ങനെ ഒരു അവിവേകം ചെയ്തു പോയി. പണ്ഡിതന്മാര് പറയാണ്, ഇതിന്റെയൊക്കെ ചർച്ചകൾ വളരെ വിശദമായി പണ്ഡിത ലോകത്ത് നടന്നിട്ടുണ്ട്. ബാപ്പ അങ്ങനെ ചെയ്താണ് മരിച്ചുപോയി. സഹോദരൻ, ഏതായാലും ബാപ്പ അങ്ങനെ ചെയ്തതല്ല, ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് മക്കളത് താപ്പിലാക്കാൻ നോക്കരുത്, അതനുഭവിക്കരുത് മക്കൾ. മറിച്ച് എന്ത് ചെയ്യണം? ബാപ്പ അങ്ങനെ ഒരു വിവരക്കേട് ശരി ചെയ്തു, ഇനി അതിന്റെ പേരിൽ നമ്മൾ സഹോദരങ്ങൾ തമ്മിൽ വിവേചനം തർക്കമൊന്നും പാടില്ല. തുല്യമായിട്ട് ഇസ്ലാമിക രീതി അനുസരിച്ച് പെണ്ണിന്റെ ഇരട്ടി ആണിന് എന്ന തോതിൽ അതങ്ങ് വീതിക്കണമെന്നാണ്. ശേഷമുള്ള മക്കൾ അത് ചെയ്യണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ എന്താ വിവേചനം മക്കൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. വിവേചനം ഉണ്ടായാൽ അത് നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ രക്ഷിതാക്കളും ഇത് ആലോചിക്കണം. മാ മിൻ അബ്ദിൻ യസ്തർഈഹില്ലാഹു റഇയതൻ യമൂതു യൗമ യമൂതു വഹുവ ഗാശുൻ ലിറഇയതിഹി ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഏതെങ്കിലും ഒരു അടിമയുടെ കീഴിൽ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കീഴിൽ അല്ലാഹു ചില ആളുകളെ കൊടുത്തു. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആ അടിമകൾ, അതല്ലെങ്കിൽ പ്രജകളാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ളത്. ഒരു കുടുംബനാഥയെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കീഴിലുള്ളത് അവരുടെ മക്കളാണല്ലോ. അങ്ങനെ അല്ലാഹു നൽകിയിട്ട് ഒരു മനുഷ്യനത് അയാൾ മരിച്ചു പോകുന്ന ദിവസം താൻ തുല്യമായി നീതി പാലിക്കേണ്ടുന്ന ആളുകളോട് നീതി പാലിക്കാതെ ആരോടെങ്കിലും വഞ്ചന കാണിച്ചുകൊണ്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അയാൾക്ക് അല്ലാഹു നിഷിദ്ധമാക്കി കഴിഞ്ഞിരിക്കുന്നു. അയാൾക്ക് സ്വർഗ്ഗമില്ലാണ്. നമ്മളെ ഖബർ കടക്കാൻ നമുക്ക് സ്വൈരം വേണം, ശാന്തി കിട്ടണം, പരലോകത്ത് രക്ഷപ്പെടണം, മക്കൾക്കിടയിൽ നീതി പാലിക്കണം എന്നാ പറയുന്നത്. ഇനി ഏതെങ്കിലും മക്കൾക്ക് അങ്ങനെ ഏതെങ്കിലും പരിഗണന വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ ഉണ്ടാവണം. ചിലപ്പോൾ ഒരു കുട്ടി ഒരു ജോലിക്കൊന്നും പോകാൻ വയ്യ, അവൻ അംഗവൈകല്യമുള്ളവൻ, അവന്റെ പേരിൽ സ്വത്ത് എഴുതി വെക്കേണ്ടി വരും. അതിന് കാരണങ്ങളുണ്ട്. തക്കതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഇസ്ലാം ഇതൊന്നും വിരോധിക്കുന്നില്ല. അതല്ലാത്ത നിലക്കാണെങ്കിൽ പാടില്ല.
മറ്റുള്ളവരുടെ പ്രത്യേകമായ അനുവാദം ശരിയായ നിലക്ക് ഭീഷണിപ്പെടുത്തിയിട്ടൊരു അനുവാദം വാങ്ങലുണ്ട്. അനുവാദം രണ്ട് നിലക്കുണ്ട്. നമ്മളൊരു പേപ്പറിൽ ഒരാളെടുത്ത് കൊണ്ടുപോയിട്ട് ഒപ്പിടിക്കും. എടാ ഒപ്പ്, അതൊരു അനുവാദം ചോദിക്കല. ഇതിലൊന്ന് ഒപ്പിട്ടെ, അതൊരു അനുവാദം ചോദിക്കല. രണ്ടും രണ്ടാ. ഒന്ന് ഭീഷണിയുടെ സ്വരത്തിൽ എഴുതും, ഇഷ്ടപ്പെട്ടിട്ടല്ല, നിർബന്ധ സാഹചര്യത്തിൽ കൊന്നുകളയല്ലേ ഒപ്പിട്. അങ്ങനെ എത്ര ആള് പണം തട്ടുന്നുണ്ട്, എത്ര ആള് മുതൽ തട്ടുന്നുണ്ട്, എത്ര ആൾ അങ്ങനെ വസിയത്ത് പറയുന്നുണ്ട്. സൂക്ഷിച്ചോളണം എന്നാ ഇസ്ലാം പറയുന്നത്. അങ്ങനെ മക്കൾക്കിടയിലോ ആ നിലക്ക് ആണുങ്ങൾക്ക് കൂടുതൽ കൊടുക്കുക, പെണ്ണുങ്ങൾക്ക് കൊടുക്കാതെ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് കുറെ കൊടുക്കുക, ആണുങ്ങൾക്ക് കൊടുക്കാതെ, ആ വിവേചനമൊന്നും പാടില്ല. അതേ അവസരത്തിൽ ഇസ്ലാം അനന്തരാവകാശ സ്വത്ത് പറഞ്ഞപ്പോ ആണിന്റെ പകുതി ആ പെണ്ണിന് നിശ്ചയിച്ചത് ഒരു പെണ്ണിന് കിട്ടുന്നതിന്റെ 2 ഇരട്ടി ആണിന് കിട്ടും. അത് അള്ളാഹ് നിശ്ചയിച്ചതിന്റെ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് വിവേചനമല്ല, അവിടേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. വിവേചനം എന്ന് പറയപ്പെടാവുന്ന ഒന്നും മക്കൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. അത് രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതിരുന്നാൽ 2 അപകടം ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. ഒന്ന്, ഈ പീഡനത്തിന് വിധേയമായി എന്ന് തോന്നുന്ന മക്കളിൽ നിന്ന് രക്ഷിതാക്കൾക്ക് പീഡനമുണ്ടാകും. അതിന് നമ്മൾ കാരണക്കാരാവരുത്. 2, മക്കൾക്കിടയിൽ തന്നെ നമ്മൾ വിവേചനം കാണിച്ച ആ മക്കൾ തന്നെ ഒന്നായി നിൽക്കേണ്ടതിന് പകരം ആ മക്കൾ തമ്മിൽ തല്ലും. മരിച്ചാലും നമ്മളെ പറ്റിയുള്ള പക തീരൂല. എന്നോട് പറയും, നോക്കോ പാപ്പ അങ്ങനെയാണ് ചെയ്തിട്ടല്ലേ ബാപ്പ സ്വൈരുണ്ടാവില്ല. ബാപ്പാനെ കുറിച്ച് നല്ലൊരു ബോധം മരണശേഷം ഉണ്ടാവില്ല. ആ പകയായിരിക്കും. ജീവിതകാലത്ത് മുഴുവൻ ഓനാണ്ട് എഴുതി വെച്ചു കൊടുത്തില്ലേ, അവനക്ക് മുഴുവനാണ് കൊടുത്തില്ലേ, നീ അനുഭവിക്കട്ടെ. അങ്ങനെയൊക്കെയാണ് പറയും മക്കൾ. അതിന് കാരണമാകാൻ പാടില്ല. വളരെ നീതി പാലിക്കണം. നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണേ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാരണം അതൊക്കെ ഉണ്ടായാൽ വലിയ അപകടം ഉണ്ടാവും. ഇവിടെ യാക്കൂബ് നബി അലൈഹിസ്സലാം ഈ കാര്യത്തിൽ 100% നിരപരാധിയാണ്. മക്കളോട് ഒരു വിവേചനവും കാണിച്ചിട്ടില്ല. പക്ഷേ ശൈത്താൻ മക്കളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു വാപ്പ പക്ഷപാതിയാണ്. അങ്ങനെ തോന്നിയതുകൊണ്ട് അവർക്കിടയിൽ സ്പർദ്ധയായി, വിദ്വേഷമായി, പകയായി. ആ പകയും വിദ്വേഷം എത്രത്തോളം വളർന്നു, സഹോദരനെ കൊല്ലണം എന്ന തീരുമാനത്തിലെത്തി. അതാണ് അല്ലാഹ് പറയുന്നത്, ഉഖ്തുലു യൂസുഫ്. അവർ പറഞ്ഞു യൂസുഫിനെ കൊല്ലുക. നമ്മൾ അതേ, അസൂയമൂത്ത കൊല്ലാനും മടിക്കൂല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. അസൂയമൂത്ത പിന്നെ കൊല്ലാനും മടിക്കൂല. അങ്ങനെ ചില അമ്മായിമ്മമാരുണ്ട്. അങ്ങനെ എന്താ, മകന്റെ വിവാഹത്തിന്റെ ശേഷം ഉമ്മാക്കൊരു തോന്നല്, എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ടോന്ന്. പല ഉമ്മാർക്കും ഉണ്ടാകുന്നൊരു പേടിയാ. എന്റെ മകൻ എന്നിൽ നിന്ന് അകന്നു. ഇതുവരെ അവന് നല്ല സ്നേഹമായിരുന്നു. ഉമ്മാന്ന് പറഞ്ഞ അവന് വേറൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ ഇപ്പൊ എന്റെ മകൻ എന്നെ വേണ്ടാതായിരിക്കുന്നു. അതിന് കാരണം ആരാനാ നോക്കുക? ഇവര് ചിന്തിച്ച മാതിരി തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ ചിന്തിച്ചതുപോലെ തന്നെ കാരണം ഇപ്പൊ യൂസുഫ് അല്ലേ, യൂസുഫിനാണ് ഇല്ലാതാക്കിയ സ്നേഹം ഇങ്ങോട്ട് കിട്ടും. ചില ഉമ്മാരങ്ങനെ ചിന്തിക്കും. എന്താ, മരുവള കഥ കഴിക്കാം. അങ്ങനെ എത്രോടത്ത് സ്റ്റൗ പൊട്ടിത്തെറിച്ചു, അങ്ങനെ എത്ര സ്ഥലത്ത് മുങ്ങിമരിച്ചു, അങ്ങനെ എത്ര കൊലപാതകങ്ങൾ, ആത്മഹത്യകളായി, അങ്ങനെ എത്ര സ്ഥലത്ത് അപകടങ്ങൾ ഉണ്ടായി. എന്താ പ്രശ്നം? മകൻ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉമ്മാക്ക് വന്നപ്പോ അവരസൂയ, ആ അസൂയ മകളെ കൊല്ലുന്നതിൽ വരെ, മരുമകളെ കൊന്നിട്ടാണെങ്കിലും ഇവന്റെ സ്നേഹം ഞാൻ പിടിച്ചു പറ്റിയേ വെക്കൂ എന്ന് ചിന്തിക്കുന്ന ഉമ്മമാർ. ഇതൊക്കെ ലോകത്തുനിന്ന് നടക്കുന്നതാ, പറയാതിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഉണ്ട്. ഇസ്ലാം പറയാണ് അരുത്, അങ്ങനെ ചിന്തിക്കരുത്, വലിയ ഗൗരവമാണ് എന്ന് ഇസ്ലാം പറയാണ്. മാത്രല്ല പിന്നെ ഇവരെന്താ ന്യായം പറഞ്ഞത്? നമുക്ക് അവനെ കൊന്ന് അല്ലെങ്കിൽ എവിടെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കാം, നമ്മൾ ചെയ്യണത് തെമ്മാടിത്തൊക്കെ തന്നെയാണ്. പക്ഷേ അതിന്റെ ശേഷം നിങ്ങൾക്ക് സാലിഹീങ്ങളായി എന്ന് ജീവിച്ചാ മതിയല്ലോ. നമ്മളൊക്കെ പറയുന്ന ഒരു ന്യായ. തെമ്മാടിത്തം തോന്നാൻ പൂതിയായാലും, തെമ്മാടിത്തം ചെയ്യാൻ പൂതിയായാലും ഉടനെ പറയുന്നത് ആണ് ചെയ്യാനേ, പിന്നെ തൗബയ്യാലോ, പിന്നെ തൗബയിലൂടെ. ഇപ്പൊ 4 കാശുണ്ടാക്കാനാ ഗൾഫിൽ വന്നത്. 4 കാശുണ്ടാക്കണ വകുപ്പിനെ കുറിച്ചൊക്കെ മൗലവിമാരോട് ഫത്വ ചോദിച്ചാൽ ഒക്കെ ഹറാമാന്നാ പറയുന്നത്. പിന്നെ ഇപ്പൊ എന്തിനാ ഇസ്ലാം? അപ്പൊ പലരും പറയും തൽക്കാലം കണ്ണുമ്പേന്ന്. അപ്പൊ അതൊന്നും നോക്കണ്ട. ഇപ്പൊ പണം കിട്ടണം, അതിനുള്ള മാർഗങ്ങൾ എന്താണെങ്കിൽ ചെയ്യാ. അവസാനം നമുക്ക് മക്കത്ത് കൂടി കന്നാൻ പോയി നാട്ടിക്കാണ് പോയ പോരെ, എറന്തിക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലൈറ്റിനാണ് പോയ പോരെ, പോക്ക് മക്കത്ത് കൂടി ആവുക. എന്താ ഉദ്ദേശം? ഒരു ഉംറ അല്ലെങ്കിൽ ഒരു ഹജ്ജ്, അങ്ങനെ തൗബ ചെയ്ത് പോകാം. ഇസ്ലാം പറയുന്നു അത് മൗഢ്യമാണ് നിന്റെ. ഈ മക്കൾ പറയാണ് പിന്നെ നമുക്ക് സാലിഹീങ്ങളായിട്ട് അങ്ങനെ ജീവിക്കാം, നമുക്ക് നല്ല പിള്ളകളായിട്ട് ചമയാ. അള്ളാഹ് ചോദിച്ചിട്ടുണ്ട്, എടോ നിനക്ക് എവിടെയാ, എന്താ നിനക്ക് ഉറപ്പ് നിന്റെ ജീവിതം ഇനി എനിക്ക് തൗബ ചെയ്യാനുള്ള നേരം കിട്ടുന്നു? നമുക്കാരാ ഗ്യാരണ്ടി തന്നത്?
ഇപ്പൊ നീ എന്തും ചെയ്തോ സമ്പാദിച്ചോ കുറച്ച് കഴിഞ്ഞാൽ തൗബ ചെയ്ത് രക്ഷപ്പെടാ എന്ന് വെക്കുക, അങ്ങനെ സങ്കല്പിക്കുക. ആരാടോ ഉറപ്പ് തന്നത് നമുക്ക് ഇനി അത്രയും ദിവസം ഇവിടെ ജീവിക്കും, നീ ഇഷ്ടം പോലെ പണം വാരി കൂട്ടിക്കോ, അല്ലെങ്കിൽ ഇന്നതൊക്കെ പറഞ്ഞോ ഇന്നതൊക്കെ ചെയ്തോ അവസാനം ഒരു തൗബ ചെയ്തു പോകാം, അതുവരെ ഞാനും നിങ്ങളും ഉണ്ടാകുമെന്ന് ആരാ ഉറപ്പ് തന്നത്? ആരാണത് ഗ്യാരണ്ടി തന്നത്? ഒരു മൊട്ടുസൂചിക്ക് പോലും ആ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി അതിന് ഗ്യാരണ്ടി പറയുന്നുണ്ട് അല്ലേ? നിസ്സാര സംഗതിയിൽ ഒരു മുട്ടുസൂചി അതിനൊരു ഗ്യാരണ്ടി ഒക്കെ തരും ചില കമ്പനികൾ. ഈ ബോഡിക്ക്, ഈ മനുഷ്യന് ആർക്കാ ഗ്യാരണ്ടി നൽകാൻ കഴിയുക? ഇപ്പൊ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കാമല്ലോ. അള്ളാഹു ഈമാനോടുകൂടെയുള്ള അന്ത്യം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതാണ് നമ്മുടെ അവസ്ഥ, നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അപ്പോ അങ്ങനെ ഒരു ചിന്താഗതി മക്കൾക്കിടയിൽ ഉണ്ടായി, അത് ചീത്തയായ തൗബയാ. അതുകൊണ്ട് തൗബ സ്വീകരിക്കൂല. തൗബ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹ് പറയുന്നത് തെറ്റിലേക്ക് മടങ്ങൂലാന്ന് തീരുമാനിച്ചിട്ടാ തൗബ. ഇഷ്ടം പോലെ ചെയ്യാ, പിന്നൊരു തൗബയും എല്ലാം ചെയ്യാ, എന്നിട്ടൊരു മടക്കം. അങ്ങനെ ചിന്തിക്കരുത് എന്നുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അതേ ഏതൊരു ശത്രുവിന്റെ മനസ്സിലുണ്ടാകും ചിലപ്പോ ഒരു അരിവ് എന്നും കൂടി നമ്മളിത് മനസ്സിലാക്കണം. കാരണം എന്താ, ഇങ്ങനെയൊക്കെ ഈ കാര്യത്തെ പറ്റി സഹോദരങ്ങൾ മീറ്റിംഗ് കൂടി തീരുമാനിക്കാണല്ലോ. അവർ യോഗം കൂടി എന്താ ചെയ്യേണ്ടത്? യൂസുഫിനെ കൊല്ലണം, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവനെ താമസിപ്പിക്ക്, അവനെ നമുക്ക് ഒഴിവാക്കാം, എന്നിട്ട് ബാപ്പയുടെ പ്രീതി നമുക്ക് പിടിച്ചു പറ്റാം. നോക്കണം, പിന്നെ നമുക്ക് നന്നായാണ് ജീവിക്കാം. ഇതിനിടയിൽ നമ്മുടെ എല്ലാ ശത്രുക്കൾക്കും നമ്മളോട് ഒരേ മൈൻഡ് ആവൂല എന്ന് പഠിച്ചു വെച്ചോളി. നമ്മളുടെ കാര്യത്തിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എല്ലാ ശത്രുക്കളും ഒരുപോലെ ആവൂല. ചിലർക്ക് നമ്മളോട് കഠിനമായ വെറുപ്പുണ്ടാവും, കൊല്ലണവനെ പറയും. വേറെ ചിലർ കൊല്ലൊന്നും വേണ്ടേ, അതൊന്നും വേണ്ട, ഇത്തിരി ഒരു അലിവുള്ളവരുണ്ടാവും. വേറൊരു കൂട്ടര് ഒന്നുണ്ടാവും, അമ്മായിയുണ്ടാവും, ഒന്നും നിൽക്കൂല, മുപ്പര് മുണ്ടൂല, മുണ്ടാത്തതും സമാണ്, മിണ്ടാതെ അവിടെ ഇരിക്കും. ചിലർ രൂക്ഷമായിട്ട് പറയും വിട്ടരുതവനെ എന്നൊക്കെ രൂക്ഷമായിട്ട് പറയും. വേറെ ചിലർ അത്രയാണ്ട് വേണോ, എല്ലാവരും ശത്രുക്കൾ തന്നെയാണ്, ചെന്നാലും കണ്ടോ ഒരേ മൈൻഡ് ആവില്ല എപ്പോഴും നമ്മുടെ ശത്രുക്കൾക്ക്. ചിലർക്കൊരു മനസ്സലിവ് ഉണ്ടാവും. നിങ്ങൾ നോക്കി, ഈ സഹോദരന്മാര് 10 ആളും യോഗം കൂടിയിട്ട് ഓനെ നമുക്ക് കൊല്ലാനാണ് പറഞ്ഞപ്പോ ഒരു സഹോദരന്റെ മനസ്സിലൊരു വല്ലാത്ത അലിവ്. എഴുന്നേറ്റ് പറഞ്ഞു, ഒരിക്കാക്ക പറഞ്ഞു, ഖാല ഖായിലും മിൻഹും ലാ തഖ്തുലൂ യൂസുഫ് വഅൽഖൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബി യൽതഖിതുഹു ബഅദു സയ്യാറതി ഇൻ കുൻതും ഫാഇലീൻ. ഒരിക്കാക്ക നീറ്റുന്നിട്ട് പറഞ്ഞു, ലാ തഖ്തുലൂ യൂസുഫ, കൊല്ലണ്ട, നമ്മളെ അനിയൻ തന്നെയല്ലേ, നമ്മളെ അനുജൻ തന്നെയല്ലേ, കൊല്ലണ്ട, അവനെ കൊല്ലണ്ട. എന്ത് ചെയ്യോളി? അവന് നമുക്കൊരു കിണറിന്റെ അഗാധതയിലേക്ക് അങ്ങിട്ട് കളയാം. എന്നിട്ടോ അങ്ങനെ നിങ്ങൾ ചെയ്തോളി. ഇൻകുന്തും ഫായിലീൻ, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യണം, അതും ചെയ്യണം എന്ന് എനിക്ക് അഭിപ്രായമല്ല. കണ്ടോ, എല്ലാവരും ഒരേ മൈൻഡല്ല. കൊല്ലണം എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചിരിക്കുന്നോടത്താണ് ഒരു സഹോദരൻ നീറ്റെന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അത് ചെയ്യുകയാണെങ്കിൽ എന്നാ പറയുന്നത്, ചെയ്തോളിന്നും അല്ല. ഇൻകുന്തും ഫായിലീൻ എന്നാ അല്ല പറയുന്നത്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ചെയ്തേ ഒക്കൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് നമുക്കൊരു കിണറ്റിൽ കാണിടാം. എന്നാ പിന്നെ വല്ല വഴിയാത്രക്കാരും പോകുമ്പോ അനുജനെ ഒരു കൊണ്ടുപോയി നോക്കിക്കോട്ടെ, കൊല്ലണ്ട, നമ്മളെ അനുജനല്ലേ, നമ്മളെ ചോരയല്ലേ, കൊല്ലണ്ട, അവനെ കൊണ്ടുപോയിട്ട് അവര് നോക്കിക്കോട്ടെ, നമുക്ക് ശല്യം ഒഴിവാവും ചെയ്യുമല്ലോ, അങ്ങനെയല്ലേ വേണ്ടത്, അത് പോരെ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനം. അപ്പൊ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ അല്ലെങ്കിൽ വെള്ളമുള്ള കിണറിൽ കൊണ്ടുപോയിട്ട് ഇടാനാണ് തീരുമാനം. ആ തീരുമാനമെടുത്ത് പദ്ധതിയിട്ട് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് അവർ വരുന്ന രംഗമാണ് ബാക്കിയുള്ള ആയത്തുകളിലൂടെ നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വിവരണത്തിലൂടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് നേടാനുള്ള ഗുണപാഠങ്ങളും നമുക്ക് വിശദീകരിക്കണം. സർവശക്തനായ റബ്ബുൽ ആലമീൻ അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ ശരിക്കും പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിലൂടെ 2 ലോകത്തും ബറക്കത്ത് ലഭിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണമേ. എല്ലാ പ്രതിസന്ധികളിലും നാഥാ നീ ഞങ്ങൾക്ക് തുണയാകണമേ. നിന്റെ ദീനനുസരിച്ചുകൊണ്ട് ഞങ്ങളെ മക്കളെ വളർത്തുവാനും മക്കൾക്കിടയിൽ ഒരു വിവേചനവും കാണിക്കാതെ എല്ലാവരോടും നീതി പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നീ ഞങ്ങളെ എല്ലാം ഉൾപ്പെടുത്തണമേ നാഥാ. ഞങ്ങളുടെ മക്കൾ
മുഖേന ഞങ്ങൾക്ക് മഹ്ശറിൽ നീ തണൽ നൽകണമേ നാഥ. അവർ മുഖേന നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നാഥ. നല്ലവരായ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.